Nucleus Properties Close Encounter, brought to you by Nucleus Premium Villas and Apartments, Kochi, Kottayam, Thiruvananthapuram. Live life. നമസ്കാരം. കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം ചെയർമാൻ ശ്രീ ജോണി നെല്ലൂരാണ് ക്ലോസ് എൻകൗണ്ടറിൽ ഇന്നത്തെ അതിഥി. ശ്രീ ജോണി നെല്ലൂർ, സ്വാഗതം. ഇന്ന് മുറിവേറ്റവനായിട്ടാണ് താങ്കൾ എൻ്റെ മുന്നിലിരിക്കുന്നത്. UDF വഞ്ചിച്ചു എന്നൊരു വികാരം താങ്കളെ സംബന്ധിച്ചുണ്ട്. എങ്ങനെയാണ് അതൊരു വഞ്ചനയാകുന്നത്? കാരണം താങ്കളുടെ പാർട്ടിക്ക് ഇത്തവണ അങ്കമാലിയോ മൂവാറ്റുപുഴയോ ഇല്ല എന്ന കൃത്യമായ സൂചന ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ആദ്യത്തെ ഉഭയകക്ഷി ചർച്ചയിൽ തന്നെ കോൺഗ്രസ് നൽകിയതല്ലേ? അല്ല, അങ്ങനെയല്ല വസ്തുത. ഒന്ന് തന്നെ അഭിലാഷ് ചോദിച്ചു, മുറിവേറ്റവനായിട്ടാണോ ഇരിക്കുന്നത്? മുറിവേറ്റവനായിട്ടല്ല. കൂടുതൽ ആത്മവിശ്വാസത്തോടെ, കൂടുതൽ ആത്മധൈര്യത്തോടെ പൊതുപ്രവർത്തന രംഗത്ത് ശക്തമായ ഒരു പോരാട്ടം നടത്തുവാനുള്ള ആ ആത്മവീര്യത്തോടെയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ, രാജ്യത്തെ ജനങ്ങൾ വഞ്ചനയുടെയും ചതിയുടെയും കഥകൾ അറിയണം. ഇനി ഒരാളെയും ഇതുപോലെ വഞ്ചിക്കാനും ചതിക്കാനും പാടില്ല. അത്ര കൊടിയ വഞ്ചനയും കൊടിയ ചതിയുമാണ് എന്നോടും എൻ്റെ പാർട്ടിയോടും ചെയ്തത്. ഏതാണ്ട് ഒരു മാസം മുമ്പാണ് സീറ്റ് വിഭജന ചർച്ചകൾ ആരംഭിച്ചത്. കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ മാസം 7-ാം തീയതി. 7-ാം തീയതി ചർച്ചയിൽ ഞങ്ങളുടെ പാർട്ടി ആവശ്യപ്പെടുന്ന 4 സീറ്റുകളുടെ കാര്യം പറഞ്ഞു. 4 സീറ്റുകൾ എഴുതി കൊടുത്തു. നിർബന്ധപൂർവമായി ഞങ്ങൾ എഴുതി കൊടുത്തത് അങ്കമാലിയും പിറവവും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം, കുട്ടനാട് അല്ലെങ്കിൽ ഉടുമ്പൻചോല, കൊട്ടാരക്കര അല്ലെങ്കിൽ പുനലൂർ, ഈ 4 സീറ്റുകളിൽ ഏതെങ്കിലും 2, അങ്ങനെ 4 സീറ്റുകളാണ് ഞങ്ങൾ ചോദിച്ചിരുന്നത്. വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണെന്നും പറഞ്ഞിരുന്നു. ഏതെങ്കിലും കാരണവശാൽ അങ്കമാലിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പഴയ സീറ്റായ, ഞങ്ങളിൽ നിന്ന് യാതൊരു കാരണവുമില്ലാതെ എടുത്തു മാറ്റിയ മൂവാറ്റുപുഴ ഞങ്ങൾക്ക് നൽകണം. ഇതായിരുന്നു ഞങ്ങളുടെ ആവശ്യം. 7-ാം തീയതി ചർച്ച ചെയ്തു, എല്ലാം കേട്ടു, നമുക്ക് അടുത്ത ദിവസം ഇരിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങളെ പറഞ്ഞയച്ചു. ശരി. പക്ഷേ മാസങ്ങൾക്ക് മുൻപ് തന്നെ താങ്കൾക്ക് അങ്കമാലി സീറ്റ് കിട്ടില്ല എന്നതിൻ്റെ സൂചനകൾ വളരെ പ്രബലമായിരുന്നുവല്ലോ. രൂപതയുടെ ഭാഗത്തു നിന്ന് കത്തോലിക്ക കോൺഗ്രസിൻ്റേതായ ഒരു പ്രതികരണം ഉണ്ടാകുന്നു. അഭ്യൂഹങ്ങൾ അങ്കമാലി സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കുകയാണ്, അവിടെ ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധിയായ ഒരു സ്ഥാനാർത്ഥി വരുമെന്ന അഭ്യൂഹങ്ങൾ പരക്കുന്നു, അത് ചർച്ചയാകുന്നു. താങ്കളെ സംബന്ധിച്ച് അക്കാര്യത്തിൽ ഒരു മുൻധാരണ ഉണ്ടായിരുന്നില്ലേ? അങ്കമാലി കിട്ടില്ല എന്ന് താങ്കൾക്ക് അറിയുമായിരുന്നില്ലേ? പ്രചരണങ്ങൾ ആ വിധത്തിലുണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. ഏതാണ്ട് 2-3 മാസങ്ങൾക്ക് മുമ്പ് KPCC പ്രസിഡൻറ്റിൻ്റെ ജാഥ, ജനരക്ഷാ യാത്ര വന്ന് പോയതിന് ശേഷമാണ് വളരെ പെട്ടെന്ന് അങ്കമാലിയിൽ MP ജോസഫ് എന്ന് പറയുന്ന ഒരു മുൻ IAS ഉദ്യോഗസ്ഥൻ സ്ഥാനാർത്ഥിയാകും എന്നുള്ള പ്രചരണവുമായി വീടുകൾ കയറി. അതോടൊപ്പം തന്നെ NSUയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് റോജി M ജോൺ എന്ന് പറയുന്ന യുവ നേതാവ് അവിടെ വന്ന് കുറച്ച് യൂത്ത് കോൺഗ്രസ് നേതാക്കളുമായി സഹകരിച്ച് അവിടെ വീടുകയറ്റം ആരംഭിച്ചു, ഭവന സന്ദർശനം വെറുതെ. അപ്പോൾ അവരൊക്കെ ചെന്ന് വീടുകളിൽ ചെല്ലുമ്പോൾ സ്ഥാനാർത്ഥിയാകും എന്ന് റോജിക്ക് വേണ്ടി മറ്റുള്ളവർ പറയുമ്പോൾ പല വീടുകളിലും ചോദിച്ചു, അങ്ങനെ ജോണിച്ചേട്ടനില്ലേ ഇവിടെ? ജോണിച്ചേട്ടനല്ലേ? അപ്പോൾ പറഞ്ഞു, ജോണിച്ചേട്ടനെ ഞങ്ങൾ മാറ്റും, ചില വാഗ്ദാനങ്ങൾ നൽകി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സീറ്റിലേക്ക് മാറ്റും. ഈ അഭ്യൂഹങ്ങൾ അവിടെ ധാരാളമായി കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഈ കാര്യമെല്ലാം UDFൻ്റെ യോഗത്തിൽ പരസ്യമായി തന്നെ ഉന്നയിച്ചു. MP ജോസഫിൻ്റെ പേര് പറഞ്ഞത് ഞങ്ങൾക്കാർക്കും അറിയില്ല, ആരെങ്കിലും അങ്ങനെ നടന്നാൽ ഞങ്ങൾ എന്താ ചെയ്യുക എന്നാണ് ചോദിച്ചത്. റോജിയുടെ പേര് പറഞ്ഞപ്പോഴും ഇവരെല്ലാം വളരെ പുച്ഛിച്ച് തള്ളുകയാണ് ഉണ്ടായത്. നേതൃത്വം, മുഖ്യമന്ത്രി അടക്കം, KPCC പ്രസിഡന്റ് അടക്കം എല്ലാവരും വളരെ പുച്ഛിച്ച് ആക്ഷേപസ്വരത്തിൽ സംസാരിക്കുകയാണ് ഉണ്ടായത്. ഞാൻ കേട്ടത് ഒരു ഉഭയകക്ഷി ചർച്ചയിൽ ജോണി നെല്ലൂരിനോട് മുഖത്തു നോക്കി അങ്കമാലിയിൽ താങ്കൾ നിന്നാൽ ജയിക്കില്ല എന്ന് പറഞ്ഞുവെന്നാണ്. അതിൽ സത്യമുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, മാധ്യമങ്ങളിലൂടെയാണ് ആ വാർത്ത വന്നത്. ഒരു ഉഭയകക്ഷി ചർച്ചയിൽ പറഞ്ഞു, അങ്ങനെ ഒരു പ്രചരണം എവിടെയുണ്ട്. ഞാൻ പറഞ്ഞു, അത് നിങ്ങളുടെ ആളുകൾ മാത്രം നടത്തുന്ന ഒരു പ്രചരണമാണല്ലോ. അങ്കമാലി മുഴുവൻ നടന്ന് എല്ലാവരുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് അവിടുത്തെ ജനങ്ങളുടെ പൾസ് അറിയാം. അത് വെച്ച് ഞാൻ പറയുന്നു, കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകർ ആത്മാർത്ഥമായി പ്രവർത്തിച്ചാൽ, നിലയുറപ്പിച്ചാൽ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു വരാൻ സാധിക്കും. കോൺഗ്രസിൻ്റെ ചുരുക്കം ചില നേതാക്കന്മാരുടെ അഭിപ്രായം മാത്രം കേട്ട് നിങ്ങൾ പറയുന്നത് ശരിയല്ല എന്ന് ഞാൻ അപ്പോഴേ തന്നെ പറഞ്ഞിരുന്നു. അവരത് ഉൾക്കൊള്ളുകയും ചെയ്തു. ഞാനത് പറഞ്ഞപ്പോൾ അവർ ഉൾക്കൊണ്ടു. അത് പിന്നീട് ഞാൻ ചോദിക്കട്ടെ, 7-9 ദിവസങ്ങൾ, പല ദിവസങ്ങളിങ്ങനെ
ചർച്ചകൾ ചെയ്തു. ചില സാങ്കേതികമായ ഇതുപോലെ ചില കാര്യങ്ങൾ പറഞ്ഞു എന്നല്ലാതെ അങ്കമാലി സീറ്റ് നൽകുകയില്ല എന്ന് ഇതുവരെ ആരും എന്നോട് പറഞ്ഞു ഉറപ്പിച്ചു പറഞ്ഞില്ല. പക്ഷേ മാത്രമല്ല 8-ാം തീയതിയിൽ എൻ്റെ ചില പ്രതികരണം വന്നതിൻ്റെ മറുപടിയായി 8-ാം തീയതി വൈകുന്നേരം ബഹുമാന ശ്രീ പി തങ്കച്ചൻ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞത് എന്താ, അങ്കമാലി സീറ്റ് ജോണിക്ക് നൽകില്ല, ജേക്കബ് ഗ്രൂപ്പിന് നൽകില്ല എന്ന് പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. നമ്മളൊക്കെ കണ്ടതാണ്. അതിനുശേഷം പിന്നീടുള്ള ചർച്ചകളിൽ ഒന്നും തന്നെ ഈ കാര്യങ്ങൾ പറയാതെ ഏറ്റവും ഒടുവിൽ 22-ാം തീയതി നടന്ന ചർച്ചയിൽ ആണ് ബഹുമാനപ്പെട്ട ശ്രീ VM സുധീരൻ പറയുന്നത്, ഞങ്ങൾക്ക് അല്പം മുമ്പ് ഒരു മെസ്സേജ് വന്നു, ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്നും അങ്കമാലി സീറ്റ് ഹോൾഡ് ചെയ്യണം, അത് ഒരാൾക്ക് വേണ്ടി മാറ്റിവെക്കണം എന്ന് ഒരു മെസ്സേജ് വന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഇത് 3 മാസം മുമ്പോട്ട് അവിടെ കേൾക്കുന്നതാണല്ലോ, ഇപ്പോൾ ഒരു അരമണിക്കൂർ മുമ്പാണ് മെസ്സേജ് വന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ടെലിഫോണിൽ മെസ്സേജ് ഇങ്ങനെ എന്നെ കാണിക്കാതെ എടുക്കുന്നുണ്ട്. ഞാൻ അത് മുഖവിലേക്ക് എടുത്തില്ല. കാരണം 3 മാസം മുമ്പ് ഇവർ പറയുന്ന മുഴുവൻ കാര്യങ്ങളും അങ്കമാലിയിൽ അങ്ങാടിപ്പാട്ട് പോലെ എല്ലാവരുടെയും ഇടയിലുള്ള ഒരു കാര്യമാണ്. ശരി, ഒരു കാര്യം കൂടെ പറയട്ടെ. അങ്കമാലിയിൽ എന്നോട് മാറി നിൽക്കണമെന്ന് പറഞ്ഞ കൂട്ടത്തിൽ മുഖ്യമന്ത്രി ചില വാഗ്ദാനങ്ങൾ നൽകി. അന്ന് ജയിച്ച് അധികാരം വരുമ്പോൾ ഉന്നതമായൊരു പദവി, MLA-മാരുടെ മുകളിൽ റാങ്കോടുകൂടി, ക്യാബിനറ്റ് റാങ്കോടുകൂടി ഒരു പദവി, ഏതെങ്കിലും കോർപ്പറേഷനായിരിക്കും അത് ഉദ്ദേശിച്ചത്, അതാലോചിക്കാം എന്ന് പറഞ്ഞു. ഞാൻ പദവികൾ ആഗ്രഹിക്കുന്ന ആളല്ല എന്ന് അങ്ങേക്ക് അറിയാമല്ലോ, പദവികൾക്ക് വലിയ വില കൽപ്പിക്കുന്ന ആളല്ല എന്ന് അങ്ങേക്ക് അറിയാമല്ലോ എന്ന് ഞാൻ പറഞ്ഞു. ഇതും മുൻകൂട്ടി അവിടെ പ്രചാരണത്തിൽ വന്നതാണ്. അപ്പോൾ ഇപ്പോൾ അഭിലാഷ് ചോദിച്ചൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. വളരെ മുൻകൂട്ടി തന്നെ ഇത് ഇവരെല്ലാം അറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രചരണമായിരുന്നു എന്നുള്ളത് ഇപ്പോൾ ബോധ്യപ്പെടുകയാണ്. താങ്കൾ ചതിയാണ് എന്ന് പറയുന്നു. ആരാണ് താങ്കളെ ചതിച്ചത്? ആർക്കാണ് താങ്കളെ ചതിക്കാൻ താല്പര്യം? അതിനൊരു കാരണം വേണമല്ലോ. ഞാൻ ഈ ദിവസം ഇന്നലെ അവരത് എന്നെ അറിയിക്കാൻ തിരഞ്ഞെടുത്ത ദിവസം, അതിൻ്റെ പ്രത്യേകത, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തീകരിച്ച് അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് അതിൻ്റെ തലേന്നാണ്. ആ പൂർത്തീകരണം കഴിഞ്ഞ ശേഷം ഇന്നലെ വൈകുന്നേരം പി തങ്കച്ചൻ എന്നെ വിളിച്ച് എന്നോട് കൺവീനർ പറഞ്ഞത്, എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടാകും, നിങ്ങൾ തന്നെ പറയൂ എന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയോട് പറഞ്ഞു. ഇല്ല, കൺവീനർ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. എന്നോട് അദ്ദേഹം വളരെ ഗദ്ഗതകണ്ഠനായിട്ടാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് വലിയ വിഷമമുണ്ട്. കാരണം എല്ലാ കാലത്തും UDF-നോടൊപ്പം നിന്നിട്ടുള്ള എന്നെപ്പോലൊരാൾക്ക് വേദനയുണ്ടാക്കുന്ന ഒരു തീരുമാനം അദ്ദേഹം തന്നെ പറയുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മനോവിഷമമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ വിഷമ അവസ്ഥയിൽ നിന്നുകൊണ്ട് എന്നോട് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. വേറെ സീറ്റൊന്നുമില്ല. അദ്ദേഹം എടുത്ത് ചോദിച്ചു എന്നാണ് പറഞ്ഞത് മുഖ്യമന്ത്രിയോട്, അങ്കമാലി കൊടുക്കൽ വേറെ സീറ്റ് ഇല്ല, വേറെ സീറ്റുകളൊന്നുമില്ല. പിന്നീടോ, എന്നെ വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചു കൊള്ളുക, 6 മാസത്തിനകം ജോണി നെല്ലൂരിനെ നിയമസഭയിലെത്തിക്കും. അതെങ്ങനെ സാധിക്കും? എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടി കിട്ടുന്നില്ല. ആ സമയം മുതൽ ഞാനിങ്ങനെ വളരെ ഗഗനമായി ആലോചിക്കുക, അതെന്ത് മാജിക്ക്, എന്ത് വിദ്യയാണെന്ന് എനിക്കറിയില്ല. ഒന്നുകിൽ തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാർ ആരെങ്കിലും രാജിവെക്കണം, അല്ലെങ്കിൽ ആരെങ്കിലും മരിച്ചു പോകണം. അത് നമുക്ക് ആർക്കും പ്രവചിക്കാൻ ഒക്കുകയില്ല. പിന്നെ അങ്ങനെ തീർത്തും യഥാർത്ഥമായൊരു വാഗ്ദാനം താങ്കൾക്ക് എന്തിനു? അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇത് ഇൻസൾട്ട് ചെയ്യുകയായിരുന്നു, ആക്ഷേപിക്കുകയായിരുന്നു. അതായത് ഒരു മനുഷ്യനെ വഞ്ചിച്ച് ചതിച്ച് അവൻ വീണ് കിടന്ന് പൊളയുമ്പോൾ അവൻ്റെ നെറുകയിൽ ഒരു ആണി കൂടി അടിക്കുന്നതിന് തുല്യമായിരുന്നു ആ ഓഫർ എന്ന് എനിക്ക് പറയാൻ കഴിയുള്ളൂ. അത് ഇതിൽ പല ആക്ഷേപമുണ്ടോ? 6 മാസം കഴിയുമ്പോൾ എന്ത് സംഭവിക്കാൻ പോകുന്നു? ഞാൻ ജീവിച്ചിരിക്കുമോ? ഈ പറയുന്ന ആളുകൾ ജീവിച്ചിരിക്കുമോ? ആർക്കറിയാം? ഇതാർക്കറിയാവുന്ന കാര്യം. അപ്പോൾ അതുപോലെ പോലും ഇത്ര യാതൊരു ബേസുമില്ലാതുള്ള കാര്യങ്ങൾ പറയുക എന്ന് പറഞ്ഞാൽ അത് ആക്ഷേപമല്ല എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. താങ്കളെ കബളിപ്പിക്കുക കൂടിയായിരുന്നില്ലേ? കാരണം LDF-ന്റെ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയായിരിക്കുന്നു. UDF സംവിധാനത്തിൽ ഈ അടുത്തിടെ വരെ ഉണ്ടായിരുന്ന ആളുകൾ പോലും LDF-ന്റെ സ്ഥാനാർത്ഥികളാണ്. താങ്കളെ സംബന്ധിച്ചും താങ്കളോട് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ താങ്കൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ആലോചിക്കാമായിരുന്നു. പക്ഷേ ആ സാധ്യത പോലും അടച്ചു കളയുന്ന വിധത്തിൽ താങ്കളെ അവസാന നിമിഷം വരെ പറഞ്ഞു പറ്റിച്ചോ? അല്ല, ഞാൻ UDF-നോടൊപ്പം 1982 മുതൽ നിൽക്കുന്ന ആളാണ്. 982 മുതൽ UDF വിട്ട് ഒരിക്കലും ഞാൻ നിന്നിട്ടില്ല, തിരഞ്ഞെടുപ്പ് കാലയളവിലോ മറ്റൊരു സന്ദർഭത്തിലോ. അപ്പോൾ അങ്ങനെയുള്ള എന്നെപ്പോലൊരാൾക്ക് പെട്ടെന്ന് UDF വിട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ടാകും. പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായാലും അതെല്ലാം ഉള്ളിലൊതുക്കിക്കൊണ്ട് ഇതിനകത്ത് പിന്തുടർന്ന് പോയിട്ടുള്ള ചരിത്രമാണ് ഉള്ളത്. പക്ഷേ ഇത് ആകെ പരിശോധിക്കുമ്പോൾ എന്തോ എവിടെയോ ഒരു വലിയ ചതി, വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. എനിക്ക് തോന്നുന്നത് എൻ്റെ പാർട്ടിയെ, ജേക്കബ് വിഭാഗത്തെ നശിപ്പിക്കുവാനുള്ള ഒരു വലിയ പദ്ധതി
ഞങ്ങളുടെ പാർട്ടിയോട് ജേക്കബ് ഒരു പാർട്ടിയെ തീർത്തെടുക്കുക എന്നുള്ള ഒരു പദ്ധതി തയ്യാറാക്കിയാൽ പാർട്ടിയെ തീർക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആ പാർട്ടിയുടെ അമരക്കാരനെ എന്നെ തീർക്കണം. 2011 സീറ്റ് ചർച്ച നടക്കുമ്പോൾ എന്ത് കാരണം പറഞ്ഞാൽ മൂവാറ്റുപുഴയിൽ നിന്ന് മാറ്റിയത്? പക്ഷേ അപ്പോഴും ജയസാധ്യതയുള്ള ഒരു മണ്ഡലം തന്നു. അപ്പോൾ ഉള്ള പ്രശ്നം പ്രതികരിക്കേണ്ടത് അന്നായിരുന്നു, പ്രതിഷേധിക്കേണ്ടത് ഒന്നായിരുന്നു. പക്ഷേ അനാരോഗ്യവാനായ TM ജേക്കബ് അദ്ദേഹം പറഞ്ഞു നമുക്ക് സഹിക്കാം, അങ്കമാലി എങ്കിൽ അങ്കമാലി. അങ്കമാലിയിൽ ചെന്നപ്പോൾ എൻ്റെ ആത്മമിത്രമായ അവിടുത്തെ പ്രമുഖനായ ഒരു കോൺഗ്രസ് നേതാവ് എന്നോട് ചോദിച്ചത്, ആത്മഹത്യ ചെയ്യാൻ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത്? ഞാനത് കേട്ടുകൊണ്ടാണ് അവിടെ പ്രവർത്തനം ആരംഭിച്ചത്. പക്ഷേ എനിക്ക് വലിയ പ്രതീക്ഷയായിരുന്നു. അത്രമാത്രം വിജയസാധ്യതയുള്ളൊരു മണ്ഡലം, കോൺഗ്രസിൻ്റെ ഈറ്റില്ലം, ജനാധിപത്യ മുന്നണിക്ക് ശക്തി കേന്ദ്രം, അവിടെ പരാജയപ്പെട്ടു. അല്ല, അവിടെ കോൺഗ്രസ്സുകാരനല്ലാത്ത ഒരു കേരള കോൺഗ്രസ്സുകാരൻ ജയിച്ചാൽ പിന്നെ കോൺഗ്രസ്സുകാർക്ക് മത്സരിക്കാനായി ആ മണ്ഡലം കിട്ടുക കുറച്ച് പാടാണ് എന്നുള്ളത് കൊണ്ടായിരിക്കുമല്ലോ താങ്കളെ തോൽപ്പിച്ചത്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ 140 മണ്ഡലങ്ങളിൽ 82 മണ്ഡലങ്ങൾ മാത്രമേ കോൺഗ്രസ് മത്സരിക്കുന്നുള്ളൂ. മറ്റുള്ള മണ്ഡലങ്ങളിൽ ഘടകകക്ഷികളല്ലേ മത്സരിക്കുന്നത്. ഈ 82 മണ്ഡലങ്ങളിൽ ഒട്ടേറെ മണ്ഡലങ്ങളിൽ ഘടകകക്ഷിയുടെ ആളുകളില്ലേ? അവർ സ്ഥിരമായി വോട്ട് ചെയ്യുന്നത് കോൺഗ്രസിൻ്റെ ചിഹ്നത്തിലല്ലേ? അവർക്ക് ഈ മനോവികാരമില്ലല്ലോ. ഇതെല്ലാം ചേർന്ന് ഒറ്റക്കെട്ടായി പോയെങ്കിലല്ലേ ഒരു മുന്നണി സംവിധാനത്തിന് ഭദ്രതയോടുകൂടി പോകാൻ കഴിയും. നോക്കൂ, താങ്കളുടെ മണ്ഡലമായിരുന്ന മൂവാറ്റുപുഴ ഏറ്റെടുത്തു, അങ്കമാലി തന്നു, അങ്കമാലിയിൽ താങ്കളെ തോൽപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം ഏറ്റവും ഒടുവിൽ താങ്കൾക്ക് അങ്കമാലിയിൽ നിന്ന് തന്നെ മാറേണ്ടി വന്നിരിക്കുന്നു. ഈ സിറ്റുവേഷനൊക്കെ ഉണ്ടായിട്ടും താങ്കൾ എന്തുകൊണ്ടാണ് ഈ UDF സംവിധാനത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അവിടെ തുടരുന്നത്? അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, UDFലാണ് 82 മുതൽ ഇതുവരെ പ്രവർത്തിച്ചത്. ആയുഷ്കാലം മുഴുവൻ അപമാനമേറ്റ്, ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ മുറിവേറ്റ ഹൃദയവുമായി മുറിവേറ്റ മനസ്സുമായി UDFൽ തന്നെ തുടർന്ന് കൊള്ളാമെന്ന് ഒരിടത്തും എഴുതി വെച്ചിട്ടില്ല. LDFൽ നിന്ന് ഓഫർ ഉണ്ടായിരുന്നു? ഒന്നും ഉണ്ടായിട്ടില്ല. എന്നെ സംബന്ധിച്ച് LDFോ UDFോ അതിന് വലിയ പ്രത്യേകതയൊന്നും ഞാൻ കൽപ്പിക്കുന്നില്ല. കാരണം ഞാൻ LDFൻ്റെ സ്ഥാനാർത്ഥിയായി മൂവാറ്റുപുഴയിൽ മത്സരിച്ചിട്ടുള്ള ആളാണ്. അസംബ്ലിയിലേക്ക് 1980 നടന്ന തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗവും ആൻ്റണി വിഭാഗവും കോൺഗ്രസും അന്ന് LDFനോടൊപ്പമാണ്. ഞാൻ മാണി വിഭാഗത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മൂവാറ്റുപുഴയിൽ മത്സരിച്ചതാണ്. എന്നെ തോൽപ്പിച്ചത് ഇടതുപക്ഷത്ത് മത്സരിച്ച ജനാധിപത്യ മുന്നണിയിലെ ജോസഫ് വിഭാഗത്തിലെ ആളാണ്. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പവും മത്സരിച്ചിട്ടുണ്ട്. ഈ രാഷ്ട്രീയമെന്ന് പറഞ്ഞാൽ സ്ഥിരമായ മിത്രങ്ങളോ സ്ഥിരമായ ശത്രുക്കളോ ഇല്ല. UDF വഞ്ചിച്ചു, താങ്കളുടെ സ്വന്തം പാർട്ടിയോ? എൻ്റെ പാർട്ടി എന്നോടൊപ്പം ഉണ്ട്. പാർട്ടിക്ക് വേണ്ടിയാണല്ലോ ഞാൻ ഈ പോരാട്ടം മുഴുവൻ നടത്തുന്നത്. പാർട്ടിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. ഇന്ന് രാവിലെ ഞാൻ ആരെയും വിളിച്ചിരുന്നില്ല. ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ പാർട്ടി പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞിരുന്നു. അല്ല, അത് സാധാരണ പാർട്ടി പ്രവർത്തകർ. ജോണി നെല്ലൂരിന് ഒരു സീറ്റ് വേണമെന്ന് അനൂപ് ജേക്കബ് ആത്മാർത്ഥമായി ആവശ്യപ്പെട്ടിട്ടുണ്ടോ UDFൽ? തീർച്ചയായിട്ടും ഉണ്ട്. അത് പ്രചാരണങ്ങൾ മാത്രമല്ല എന്ന് മറിച്ചുള്ള അദ്ദേഹം ശക്തമായി ആവശ്യപ്പെട്ടു. അദ്ദേഹം മാത്രമല്ല, ഞാൻ അതുപോലുള്ള രഹസ്യങ്ങൾ പറയാൻ പാടില്ലെങ്കിലും പറയട്ടെ. ശ്രീമതി ഡെയ്സി ജേക്കബ്, അനൂപ് ജേക്കബിൻ്റെ മാതാവ്, TM ജേക്കബിൻ്റെ ഭാര്യ, അവരെ ഒരുപക്ഷെ എന്നേക്കാൾ കൂടുതൽ എനിക്കൊരു സീറ്റ് വേണമെന്ന് ആഗ്രഹിച്ചത് അവരാ. എന്തുകൊണ്ടാണെന്നറിയോ? പാർട്ടിയുടെ നിലനിൽപ്പ്. ഈ പാർട്ടി നിലനിൽക്കണം. സ്വന്തം ഭർത്താവിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു പാർട്ടി, ജേക്കബ് വിഭാഗം എന്ന് അറിയപ്പെടുന്നത്, ഈ പാർട്ടി നിലനിൽക്കണം. ആ പാർട്ടി നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ ചെയർമാൻ മത്സരിച്ച് വിജയിച്ച് MLAയോ അല്ലെങ്കിൽ മന്ത്രിയോ ഒക്കെ ആയി വരണം എന്നുള്ള ആഗ്രഹം പാർട്ടി പ്രവർത്തകർക്കുള്ളതിൻ്റെ ഫലമായിട്ട് ആ ആഗ്രഹത്തിൻ്റെ പേരിൽ അവർ നട്ടോട്ട് ഓടിയത്. പക്ഷേ ആദ്യത്തെ ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷം താങ്കൾ ഒരല്പം രോഷാകുലനായി പ്രതികരിക്കുമ്പോഴും അങ്ങനെയൊന്നുമല്ല എന്നുള്ളതായിരുന്നു അനൂപ് ജേക്കബിൻ്റെ പ്രതികരണം. നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രതികരണങ്ങൾ രണ്ട് ധ്രുവങ്ങളിൽ നിന്നുള്ളതായിരുന്നു. UDFൻ്റെ ഉറച്ച വിശ്വാസമുണ്ട് എന്നുള്ള നിലപാടിലായിരുന്നു അനൂപ് ജേക്കബ്. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് 50 വർഷത്തെ പൊതുപ്രവർത്തന പാരമ്പര്യവും പ്രവർത്തന പരിചയവുമുണ്ട്. അനൂപ് ജേക്കബിനെ സംബന്ധിച്ച് അദ്ദേഹം രാഷ്ട്രീയ രംഗത്തൊരു പുതുമുഖമാണ്. അദ്ദേഹത്തിന് മാധ്യമങ്ങളോട് പറയേണ്ട ഭാഷയും പറയേണ്ട രീതിയും ഒരുപക്ഷെ ആലങ്കാരികമായോ അല്ലെങ്കിൽ ആ വിധത്തിലോ പറയാൻ കഴിയാറില്ല പലപ്പോഴും. അല്ലാതെ അദ്ദേഹത്തിന് ആത്മാർത്ഥമോ കുറവുണ്ടോ, അദ്ദേഹത്തിന് എനിക്ക് സീറ്റ് കിട്ടണ്ട എന്നുള്ളത് കൊണ്ടോ ഒന്നും അങ്ങനെ ഒരു ശൈലിയിൽ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഏർപ്പെടാൻ കഴിയുകയുമില്ല. മാത്രമല്ല, UDF യോഗങ്ങളിൽ അതിശക്തമായി ഞങ്ങളുടെ പാർട്ടി തീരുമാനങ്ങൾ അവരെ അറിയിച്ചുകൊണ്ട് മൂന്നാമത് നടന്ന ചർച്ചയിൽ പാർട്ടി ഹൈപ്പവർ കമ്മിറ്റി കോട്ടയത്ത് ചേർന്ന് തീരുമാനമെടുത്ത ശേഷം പോയി യോഗ തീരുമാനങ്ങൾ അറിയിച്ചത് അനൂപ് ജേക്കബാണ്. ശക്തമായി തന്നെ ആവശ്യപ്പെട്ടിരുന്നു. ഒരു ഘട്ടത്തിൽ ഞാൻ ചർച്ച തൃപ്തികരമല്ല എന്ന് പറഞ്ഞപ്പോൾ പിറ്റേന്ന് അദ്ദേഹത്തിൻ്റെതായി ചില മാധ്യമങ്ങളിൽ വന്നത് തൃപ്തികരമാണ്. അദ്ദേഹം അത് പറഞ്ഞത് വേറെ വിധത്തിലാണ് എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത് പാർട്ടി യോഗത്തിൽ. ഏതായാലും അതുപോലുള്ള ചില അപക്വമായ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ ആളുകളുടെ ഇടയിൽ ഒരു ചിന്താക്കുഴപ്പം ഉണ്ടാക്കി എന്നുള്ളത് ശരിയാണ്.
പക്ഷേ എനിക്ക് അടുത്തറിയാവുന്നതുകൊണ്ട് പറയട്ടെ, അങ്ങനെ ഒരു ചിന്തയോ അങ്ങനെ ഒരു പാർട്ടിയിൽ രണ്ടഭിപ്രായമുണ്ടെന്ന് ഉള്ള രീതിയോ ഒന്നും അനൂപിനില്ല. താങ്കൾ ടി.എം. ജേക്കബിൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു, പാർട്ടിയിലെ രണ്ടാമനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആകസ്മികമായ വിയോഗത്തിന് ശേഷം സ്വാഭാവികമായും താങ്കളാണ് പിന്നെ പാർട്ടിയാകേണ്ടത്, പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാകേണ്ടത്. പക്ഷേ താങ്കൾ ഒരു വശത്തേക്ക് മാറ്റി നിർത്തപ്പെടുകയായിരുന്നു. ഒരിക്കലുമല്ല. പാർട്ടി എന്ന് പറയുമ്പോൾ ആ പാർട്ടിയുടെ തീരുമാനങ്ങൾ അറിയിക്കുന്നതും പാർട്ടിയുടെ കാര്യങ്ങൾ പറയുന്നതും പാർട്ടിക്ക് വേണ്ടി ചർച്ചകളിൽ പങ്കെടുക്കുന്നതും പാർട്ടിക്ക് വേണ്ടി ഏതെങ്കിലും സമിതികളിലോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലോ പോകുന്നതൊക്കെ ഞാൻ തന്നെയായിരുന്നു. മന്ത്രി എന്നുള്ള നിലയിൽ അനൂപ് ജേക്കബ് MLA എന്നുള്ളതിൽ മന്ത്രിയായിരുന്നു. മന്ത്രിയുടെ എന്നുള്ളതിൽ പ്രവർത്തനങ്ങളുമായി ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അനൂപ് ജേക്കബ് നേതൃത്വം കൊടുത്തപ്പോൾ സംഘടനാപരമായ കാര്യങ്ങളിലും രാഷ്ട്രീയ കാര്യങ്ങളിലുമൊക്കെ ഞാൻ തന്നെയായിരുന്നു നേതൃത്വം കൊടുത്തിരുന്നത്. പക്ഷേ അനൂപ് ജേക്കബ് അങ്ങനെ രാഷ്ട്രീയമായി വലിയ പരിചയമുള്ള ആളല്ല. അദ്ദേഹം യൂത്ത് ഫ്രണ്ടിൻ്റെ സംസ്ഥാന നേതാവും ഒക്കെ ആയിരുന്നുവെങ്കിലും രാഷ്ട്രീയമായി അത്ര വലിയ പരിചയസമ്പന്നനായ ആളല്ല. ടി.എം. ജേക്കബിൻ്റെ മരണം ഉണ്ടാകുന്നു, പിറവം സീറ്റ് വേക്കൻ്റ് ആകുന്നു, അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. വേണമെങ്കിൽ കോൺഗ്രസിന് താങ്കളോട് സ്നേഹമുണ്ടായിരുന്നുവെങ്കിൽ താങ്കളെ മന്ത്രിയാക്കി അവിടെ മത്സരിപ്പിക്കാമായിരുന്നു, അതിനുശേഷം തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്നാൽ മതിയായിരുന്നു. പക്ഷേ ടി.എം. ജേക്കബിൻ്റെ കുടുംബത്തിൽ ഒരാൾ വരട്ടെ എന്ന് കോൺഗ്രസ് തന്നെ ഒരു നിലപാടെടുക്കുന്നു. താങ്കളെ പണ്ട് മുതലേ കോൺഗ്രസിന് വേണ്ടായിരുന്നു എന്നാണോ? അല്ല, അങ്ങനെയല്ല. ടി.എം. ജേക്കബ് മരിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ സംസ്കാര ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് യാക്കോബായ സഭയിലെ ഒരു അഭിവന്ദനായ തിരുമേനി മാധ്യമങ്ങളിലൂടെ പറഞ്ഞു, ഇത് യാക്കോബായ സഭയുടെ അവകാശപ്പെട്ട സീറ്റാണ്, ടി.എം. ജേക്കബിൻ്റെ കുടുംബത്തിന് അവകാശപ്പെട്ട സീറ്റാണ്, അതുകൊണ്ട് ആ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരാളെ സ്ഥാനാർത്ഥിയാക്കുന്നതാണ് അഭികാമ്യം എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളിലൊരു വാർത്ത വന്നത് ആകെ ഒരു കൺഫ്യൂഷനായി. UDFിൻ്റെ പല നേതാക്കന്മാരും ഞാൻ തന്നെ അവിടെ മത്സരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ്. ഞങ്ങളുടെ പാർട്ടിയിലെ ഒട്ടനവധി നേതാക്കന്മാർക്കും ആഗ്രഹമായിരുന്നു ഉണ്ടായിരുന്നത്. കേരളീയ സമൂഹം മുഴുവൻ ധരിച്ചിരുന്നത് ഞാനായിരിക്കും ഉപതെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നതെന്ന്. പക്ഷേ ഇങ്ങനെ ഒരു പ്രചരണം ഉണ്ടാവുകയും ടി.എം. ജേക്കബിൻ്റെ മകൻ എന്നുള്ള നിലയിൽ അനൂപ് ജേക്കബ് ഈ സ്ഥാനത്തേക്ക് മത്സരിക്കുവാൻ അമിതമായ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തൊരു സാഹചര്യത്തിൽ ആ ആഗ്രഹത്തിന് വഴങ്ങുകയായിരുന്നു ബുദ്ധിപരമായൊരു തീരുമാനം എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അങ്ങനൊരു തീരുമാനം. അല്ല, ഈ അമിതമായ ആഗ്രഹം അനൂപ് ജേക്കബ് പ്രകടിപ്പിച്ചു എന്ന് പറയുമ്പോൾ താങ്കൾ പറഞ്ഞു താങ്കൾ പാർട്ടിക്ക് വേണ്ടിയാണ് നിൽക്കുന്നത് എന്ന്. ഡെയ്സി ജേക്കബിന് ആഗ്രഹം ഈ പാർട്ടി നിലനിൽക്കണം എന്ന് താങ്കൾ വിശദീകരിച്ചു. ഇതെങ്ങനെയാണ് പൊരുത്തപ്പെട്ടു പോകുന്നത്? പിതാവിൻ്റെ മരണശേഷം ഞാനാണ് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി വരേണ്ടത് എന്ന നിർബന്ധ ബുദ്ധി അനൂപിനുണ്ടായിരുന്നു. ഇപ്പോൾ അനൂപാണ് പാർട്ടി. അല്ല, അനൂപാണ് പാർട്ടി എന്ന് അനൂപ് പോലും പറയില്ല. കാരണം ഈ സമൂഹത്തിന് മുഴുവൻ അറിയാമല്ലോ ആരാണ് പാർട്ടി. ജേക്കബ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആരിലൂടെ അറിയപ്പെടുന്നു? മന്ത്രി എന്നുള്ളതിൽ അനൂപ് ജേക്കബ് ഉണ്ട്. ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു വിവാദത്തിൻ്റെ കാര്യമില്ല. ഇവിടെ രണ്ടഭിപ്രായം ഒരിക്കലും പാർട്ടിയിൽ ഉണ്ടായിട്ടില്ല. ഒരഭിപ്രായം പാർട്ടി ചെയർമാൻ എന്നുള്ള നിലയിൽ ഞാനൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ ആ നിലപാടിനോടൊപ്പമാണ് പാർട്ടിയുടെ നേതാക്കന്മാരും പ്രവർത്തകരും ഒക്കെ നിന്നിട്ടുള്ളത്. ഇപ്പം തന്നെ ഇന്നലെ പാർട്ടിയെ വഞ്ചിച്ച നടപടി ഉണ്ടായതിനു ശേഷം 14 ജില്ലകളിൽ നിന്നുമുള്ള പാർട്ടി നേതാക്കന്മാർ എന്നെ ടെലിഫോണിൽ ബന്ധപ്പെട്ടു. എല്ലാവരും പിന്തുണ അറിയിക്കാനാണ് വിളിച്ചത്. ഈ പിറവം ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ യാക്കോബായ സഭ എടുത്ത നിലപാട് സഭയ്ക്കൊരു മന്ത്രിയെ വേണം എന്നായിരുന്നു. അങ്ങനെ സഭയുടെ മുക്തകണ്ഠമായ പിന്തുണയോടുകൂടിയാണ് അവിടെ അനൂപ് നല്ല ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നത്. അങ്കമാലിയിലേക്ക് വരുമ്പോൾ താങ്കൾ ഒരു കത്തോലിക്കനാണ് എന്നൊരു പോരായ്മ താങ്കളെ സംബന്ധിച്ചുണ്ട്. അത് പോരായ്മ എന്ന് പറയുമ്പോൾ ഈ കത്തോലിക്ക രൂപതയ്ക്കും താങ്കളെ ആവശ്യമില്ല, താങ്കൾക്ക് അനൂപിൻ്റെ പിന്നിൽ നിൽക്കുന്നത് പോലെ മറ്റൊരു സഭാ നേതൃത്വമില്ല. ഇതൊക്കെ ഒരു ന്യൂനതയായി മാറി എന്ന് തോന്നുന്നുണ്ട്? ഒരിക്കലുമില്ല. സഭാ നേതൃത്വത്തിൽ ഒന്നോ രണ്ടോ വ്യക്തികൾ എന്തെങ്കിലും പറഞ്ഞാൽ അതല്ലല്ലോ സഭയുടെ അഭിപ്രായം. എന്നെ തള്ളിപ്പറയാൻ കത്തോലിക്ക സഭയ്ക്ക് കഴിയുമോ? ഈ കത്തോലിക്ക സഭ എന്ന് പറയുന്ന വലിയ സീറോ മലബാർ സഭയിൽ കേരളീയ സമൂഹത്തിൻ്റെ മുമ്പിൽ അറിയപ്പെടുന്ന കത്തോലിക്ക നേതാക്കന്മാർ വളരെ വിരളമാണ്. ഞാൻ അഹങ്കാരമൊന്നും പറയുകയല്ല. ഒരു 6 or 7 പേരെ എടുത്താൽ ഒരാളായി അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഞങ്ങളുടെ അതിരൂപതയാണ് എറണാകുളം അങ്കമാലി അതിരൂപത. അപ്പോൾ ആ രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന, ആ രൂപതയുടെ ഉള്ളിൽ വസിക്കുന്ന സജീവ രംഗത്ത് പ്രവർത്തന രംഗത്തുള്ള ഒരു കത്തോലിക്ക അൽമായനെ എതിർക്കാനോ ആ അൽമായന് എതിരായ ഒരു നിലപാട് സ്വീകരിക്കാനോ കഴിയില്ല. അല്ല, അവർക്ക് കൂടുതൽ താല്പര്യമുള്ള അൽമായരുണ്ടാകാമല്ലോ. അതല്ല, അതൊരു പ്രചാരണമായിരുന്നു. അവിടെയുമുണ്ട് കോൺഗ്രസ് പാർട്ടി ഇങ്ങനൊരു വജ്രായുധമെടുത്ത് പ്രയോഗിച്ചു എന്നല്ലാതെ സഭയുടെ അഭിപ്രായം അതായിരുന്നില്ല. സഭയ്ക്ക് ചില താല്പര്യങ്ങളുണ്ടായിരുന്നിരിക്കും, സഭയ്ക്കല്ല സഭയിലെ ചില നേതാക്കൾക്ക് അല്ലെങ്കിൽ ചില പുരോഹിതന്മാർക്ക് ചില ആഗ്രഹങ്ങളുണ്ടായിരുന്നിരിക്കാം. അവരാരും എനിക്കെതിരായിരുന്നില്ല. ഒരു ചെറുപ്പക്കാരൻ മന്ത്രിയാകുമ്പോൾ ഒരു നാടിനുള്ള പ്രതീക്ഷ
വളരെ വലുതല്ലേ? പക്ഷേ ഡെലിവർ ചെയ്യാൻ താങ്കളുടെ പാർട്ടിയുടെ പ്രതിനിധിക്ക് കഴിഞ്ഞോ? അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം കുറേ വിജിലൻസ് കേസുകൾ മാത്രമല്ലേ? കേസുകൾ ഉണ്ടാകുന്നത് സ്വാഭാവികം മാത്രമല്ലേ? കേസുകൾ ഉണ്ടായി എന്നുള്ളത് കൊണ്ട് അത് അടിസ്ഥാനമുള്ളതായിരിക്കണമെന്നില്ലല്ലോ. ഒരു പരാതി ആർക്കും ആരെപ്പറ്റി ഉന്നയിക്കാം. പരാതിക്ക് കഴമ്പുണ്ടോ, അന്വേഷിച്ച് വരുമ്പോൾ അതിന് തെളിവുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. അല്ല, അത്തരത്തിലുള്ള ആരോപണങ്ങൾ അവമതിപ്പുണ്ടാക്കിയിട്ടുണ്ടാകുമല്ലോ. പാർട്ടി ഈ മന്ത്രി എന്താണ് ചെയ്യുന്നത് എന്ന് പരിശോധിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ന്യൂനതകൾ കാണുമ്പോൾ അപ്പോൾ തന്നെ അത് തിരുത്താൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്, തിരുത്തിയിട്ടുണ്ട്. ഇനി എന്താണ് എന്നുള്ള ചോദ്യം വളരെ പ്രധാനമാണ് താങ്കളുടെ മുൻപിൽ. ചതിക്കപ്പെട്ടു എന്ന തോന്നൽ താങ്കൾക്കുണ്ട്? കോൺഗ്രസിൻ്റെ ഈ നേതാക്കൾ ചതിച്ചു എന്ന് തോന്നിക്കൊണ്ട് ഈ മുന്നണിയിൽ തുടർന്ന് നിൽക്കാൻ സാധിക്കും? അല്ല, ഇത് മുന്നണിയിൽ തുടരുക അല്ലെങ്കിൽ മുന്നണി വിടുക എന്നുള്ളതൊക്കെ അത് സാഹചര്യങ്ങളെ ആശ്രയിച്ച് നോക്കിയിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ താങ്കൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ വലിയ മുറിവേറ്റ ഒരു മനസ്സ് അല്ലെങ്കിൽ ചതിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ വഞ്ചനയുടെയും ചതിയുടെയും ഫലമായി മനസ്സ് നിറയെ വേദനയുമായി ഒരു ആത്മാർത്ഥമായ ഒരു പ്രവർത്തന രംഗത്ത് ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. താങ്കളെ ചതിച്ചതിൽ ആർക്കെങ്കിലും വ്യക്തിപരമായ റോളുണ്ടോ? അത് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുക, വളരെ ഗൗരവമായ ആഴത്തിലധികം പഠിച്ചുകൊണ്ടിരിക്കുക. ആരാണ് ഇതിൻ്റെ പിന്നിലുള്ളത്? ഇത് ആസൂത്രിതമായി കുറേയേറെ നാളുകളെടുത്തുള്ള ഒരു പ്രക്രിയയാണ്, അല്ലാതെ ഒരു ദിവസമോ 2 ദിവസമോ കൊണ്ടൊന്നും അല്ല. ഈ തീരുമാനം 7-ാം തീയതി തന്നെ അറിയിക്കാമായിരുന്നു, വേണ്ട 9-ാം തീയതി അറിയിക്കാമായിരുന്നു. ഇടതുപക്ഷത്തോട് അയിത്തമില്ല? ഇടതുപക്ഷത്തോടൊന്നല്ല, എനിക്ക് ആരോടും ഒരു അയിത്തവും ഇല്ലല്ലോ. കാരണം എന്താണ് അയിത്തം? ഞാനൊരു പൊതുപ്രവർത്തകനല്ലേ. ഒരു പൊതുപ്രവർത്തകൻ ആരോടും അയിത്തം പാടില്ല. NDA മുന്നണിയോടോ? ഒരയിത്തവും ഇല്ല. എന്തിന് അയിത്തമില്ല എന്നുള്ളത് കൊണ്ട് അവരോടൊപ്പം ചേരുമെന്നുണ്ടോ അതിനർത്ഥം? അതില്ല. പക്ഷേ കേരള കോൺഗ്രസ് പാരമ്പര്യമുള്ള നിരവധി ആളുകൾ ഇപ്പോൾ ആ മുന്നണിയുമായി സഹകരിക്കുന്നുണ്ട്. PC തോമസ് ഒരു ഉദാഹരണം, TS ജോൺ പഴയ സ്പീക്കർ മറ്റൊരു ഉദാഹരണം. ഇങ്ങനെ കേരള കോൺഗ്രസ് നേതാക്കളായിരുന്ന പ്രധാനപ്പെട്ട പല ആളുകളും ഇപ്പോൾ NDAയുമായി സഹകരിക്കുന്നുണ്ട്. അവർക്ക് ഈ ക്രൈസ്തവ മുഖങ്ങളെ ആവശ്യവുമുണ്ട്. അങ്ങനെ ഒരു ഓപ്ഷൻ വന്നാൽ താങ്കൾ സ്വീകരിക്കും? എൻ്റെ മാതൃസംഘടന എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് M ആണല്ലോ. അതവിടെ നിൽക്കുകയല്ലേ, UDFൽ നെടും തൂണായി നിൽക്കുകയല്ലേ. എന്തുകൊണ്ട് ആ വഴിക്ക് ചിന്തിച്ചുകൂടാ? കേരള കോൺഗ്രസ് എമ്മിലേക്ക് മടങ്ങിപ്പോകാൻ താങ്കൾ ഒരുക്കമാണ്? ഞാൻ ചോദിച്ചു, താങ്കളുടെ ചോദ്യം കേട്ടാൽ ചില കേരള കോൺഗ്രസുകൾ അപ്പുറം ഉള്ളതുകൊണ്ട് അങ്ങോട്ട് പോയിക്കൂടെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഞാൻ എന്തുകൊണ്ട് ഏറ്റവും പ്രബലമായ കേരള കോൺഗ്രസ് അല്ലേ കേരള കോൺഗ്രസ് M? എൻ്റെ രാഷ്ട്രീയ ഗുരുനാഥനായിരുന്നല്ലോ മാണി സാറ്. അല്ല, ഈ ബാർ കോഴ ആരോപണം ഉണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടിയിലുള്ള പല ആളുകളും മാണി സാറിനെ ചവിട്ടിയപ്പോൾ താങ്കൾ പിന്തുണയ്ക്കാനുണ്ടായിരുന്നു, ഒരു ഘട്ടത്തിലും അദ്ദേഹത്തെ കുത്താനുണ്ടായിരുന്നില്ല. മാണി സാറിൻ്റെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ടാകുമല്ലോ. കേരള കോൺഗ്രസ് എമ്മിലേക്ക് തിരികെ പോകുന്നതിനെക്കുറിച്ച് ആത്മാർത്ഥമായി സത്യസന്ധമായി ആലോചിച്ചിട്ടുണ്ട്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇതൊന്നും ആലോചിക്കേണ്ട ഒരു ഘട്ടമല്ല. ഞാനിപ്പോൾ വല്ലാത്തൊരു മാനസിക സംഘർഷത്തിൻ്റെ പിടിയിലാണ്. സംഘർഷമൊക്കെ അയയുമ്പോൾ നമുക്ക് നിരവധി ഒരു വഴി അടഞ്ഞാൽ മറ്റൊരു വഴി തുറക്കും എന്നാണല്ലോ വേദവാക്യം, ബൈബിളിലതാണല്ലോ പറയുന്നത്. അല്ല, താങ്കളുടെ ഭാവി രാഷ്ട്രീയ നീക്കം എന്ത് എന്നുള്ളത് അറിയാനാണ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. താങ്കൾ ആദ്യത്തെ പരിഗണന, താങ്കളുടെ പ്രയോറിറ്റിയിൽ ആദ്യം വരുന്നത് എന്താണ്? 1, കേരള കോൺഗ്രസ് M മാണി സാർ. 2, ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുക. 3, NDA മുന്നണിയുടെ ഭാഗമായി മാറുക. ഇതിൽ ഇങ്ങനൊരു ഈ 3 ഓഫർ വന്നു എന്നിരിക്കട്ടെ, താങ്കൾ ആദ്യം പരിഗണന കൊടുക്കുന്നത്? ഓഫറുകൾ വരട്ടെ. ഇപ്പോൾ ഓഫറുകളൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ ഉള്ള ഓഫർ എന്താ? 6 മാസത്തിനകം MLA ആക്കാം. ആ ഒരു ഓഫറാണല്ലോ എൻ്റെ മുന്നിലുള്ളൂ. അതേതായാലും അവിശ്വസനീയമായ ഒരു ഓഫറാണ്, ഒരിക്കലും സാധിക്കാവുന്ന ഒരു ഓഫറല്ല എന്നുള്ളതുകൊണ്ട് ആ ഓഫർ തള്ളിക്കളയുന്നു. മറ്റ് ഓഫറുകൾ വരട്ടെ. ഏതായാലും ഉമ്മൻചാണ്ടിയെ വിശ്വസിച്ച് ഈ പോക്കിന് പോകില്ല. ഞാൻ വ്യക്തിപരമായി ആരെയും ആക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ല, കോൺഗ്രസ് നേതാക്കന്മാർ ഇതുപോലൊരു ചതി ചെയ്തത് അവർ തന്നെ ചിന്തിക്കട്ടെ. ഈ പീഡാനുഭവത്തിൻ്റെ ആഴ്ച കഴിഞ്ഞതാണല്ലോ. എപ്പോഴും ക്രൈസ്തവർ പറയുന്നൊരു കാര്യം, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, അവരോട് ക്ഷമിക്കണമേ എന്നുള്ള ആ യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥന അത് എല്ലാവരും ഏറ്റു ചെല്ലാറുണ്ട്. എനിക്കിപ്പോൾ അതേ പറയാനുള്ളൂ, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. വളരെ നന്ദി ശ്രീ ജോണി നെല്ലൂർ, ഇത്രയും നേരം ക്ലോസ് എൻകൗണ്ടറിൽ ചെലവഴിച്ചത്. താങ്ക് യു. Nucleus Properties Close Encounter brought to you by Nucleus Premium Villas and Apartments, Kochi, Kottayam, Thiruvananthapuram. Live life.